ആമയിഴഞ്ചാനിലെ മാലിന്യത്തിൽ ജോയുടെ ജീവൻ പൊലിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വിളിച്ചു വരുത്തിയ ദുരന്തത്തിന് ആരാണ് കാരണക്കാർ? മാലിന്യം നീക്കേണ്ടവർ നോക്കുകുത്തിയാകുമ്പോഴും ഇനിയും ഒരു ജീവൻ നഷ്ടമാകില്ലെന്ന് എങ്ങനെ പറയാനാകും? ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് നഗരസഭയും കൈമലർത്തുകയാണ്. ജോയ് നമ്മൾക്ക് തീരാ നോവായത് മറക്കുകയാണോ സർക്കാർ? മാലിന്യം മരണക്കൂമ്പാരമാകുമ്പോൾ അധികാരികൾ കനക്കമില്ലേ? റിപ്പോർട്ടർ പ്രത്യേക ലൈവത്തോണിലേക്ക് സ്വാഗതം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉമേഷ് ബാലകൃഷ്ണൻ, ടി വി പ്രസാദ്, സുനിഷ യെല്ലൂർ, അശ്വിൻ ഡിയാഗോ, ലേബി സജീന്ദ്രൻ, അലി അക്ബർ ഷാ, എം രാഗേഷ് എന്നിവരാണ് ഉള്ളത്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ജോയുടെ മൃതദേഹം കിട്ടിയ സ്ഥലത്താണിപ്പോൾ ഉമേഷ് ബാലകൃഷ്ണനുള്ളത്. ഉമേഷ്, ഇപ്പോൾ ഇന്നേക്ക് കൃത്യം 1 മാസമാവുകയാണ് ജോയുടെ മരണത്തിന്. അതിനുശേഷം ഉണ്ടായ ചർച്ചകൾ വളരെ വേഗം തന്നെ നടപടിയിലേക്ക് പോകും. മാലിന്യം ഇനി വളരെ വേഗം നീക്കം ചെയ്യും. അതിൽ റെയിൽവേയുമായും ഒരു ചർച്ച നടക്കുന്നു. അതിന്മേൽ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് ആ സ്ഥലത്ത് കാണാനാകുന്നത്? നമ്മൾ ജോയിയുടെ മൃതദേഹം കിട്ടിയ സ്ഥലത്താണുള്ളത്. ഇത് ജോയി മുങ്ങിയ, അതായത് റെയിൽവേ ടണലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം. ഇവിടെ അന്ന് ജോയിയുടെ മൃതദേഹം കിട്ടുമ്പോൾ ഇവിടെ ഒരു വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. ആ മാലിന്യ കൂമ്പാരത്തിൽ മൃതദേഹം തടഞ്ഞു നിന്നായിരുന്നു, ഇവിടെ തടഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ മാലിന്യം ശേഖരിക്കാൻ എത്തുന്നവർ ആദ്യം കാണുന്നത്. പിന്നെ കോർപ്പറേഷൻ കൗൺസിലറെ വിവരമറിയിക്കുകയും അദ്ദേഹം തുടർന്ന് മേയറെ വിവരമറിയിക്കുകയും തുടർന്നാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മളിവിടെ വരുമ്പോൾ ആ മാലിന്യ കൂമ്പാരം പൂർണ്ണമായി മാറിയിരിക്കുന്നു. നമ്മൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണിക്കാം. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണമാണ്. അതായത് സാധാരണ വേസ്റ്റുകൾക്കായി മാറ്റാൻ വേണ്ടി, അതായത് ഇത് ഉപരിതലത്തിൽ, ഈ അമയിഴഞ്ചാൻ തോടിൻ്റെ ഉപരിതലത്തിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഇത് തടഞ്ഞു നിർത്തുകയും എല്ലാ ദിവസവും ഇവിടെ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് മാറ്റുകയും ചെയ്യുന്നതാണ് രീതി. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ, ഈ മൃതദേഹം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി, അതായത് ഈ മെഷ് കളക്ടറിലേക്ക് ഇറങ്ങി ഇത് തടഞ്ഞു നിർത്തിയിരിക്കുന്ന മാലിന്യങ്ങൾ എടുത്തു മാറ്റാൻ ഇപ്പോൾ മടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ആരെങ്കിലും ഇറങ്ങിയാൽ കൊള്ളാം എന്നുള്ള നിലയിൽ ഇത് ഉപകാരം, അതായത് മാലിന്യം മാറ്റാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സംവിധാനം തന്നെ മാലിന്യ കൂമ്പാരത്തിന് ഒരു കാരണമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും ഇത് കോർപ്പറേഷൻ സ്ഥാപിച്ചതല്ല, ഒരു CSR ഫണ്ടിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ അനുമതി നൽകുകയും ആ CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി സ്ഥാപിച്ചതുമാണ്. ഒരുപക്ഷെ ഒന്നുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി ജോയുടെ മൃതദേഹം ആമയിഴഞ്ചാൻ തോട്ടിൽ തകരപ്പറമ്പിന് സമീപത്തെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത്. കാണാതായ റെയിൽവേ ടണലിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. 1 മാസം പിന്നിടുമ്പോൾ ഈ തോടിലെ ഈ ഭാഗത്ത് മാലിന്യം നീക്കിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ പക്ഷേ പൂർണ്ണമായും നടപ്പായിട്ടില്ല. ഉമേഷ്, ഇപ്പോൾ ഒരു ഭാഗത്ത് നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നു, അപ്പുറത്ത് അങ്ങനെയല്ല, ഇപ്പോഴും കൂടിക്കിടക്കുന്നുണ്ട് മാലിന്യം. അത് നീക്കം ചെയ്യാത്തത് എന്താണെന്നാണ് മനസ്സിലാക്കാനാവുന്നത്? ഇത് മാലിന്യം, കൃത്യമായി പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എപ്പോഴും ഈ ഇത്തരത്തിൽ ഒഴുകുന്ന തോടുകളുടെ എല്ലാം ഉപരിതലത്തിലായിട്ട് കാണുക. ഉപരിതലത്തിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തടഞ്ഞു നിർത്താൻ സ്ഥാപിച്ചിരുന്ന ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടറിൻ്റെ ഒരു തടസ്സമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ചെറിയ മാലിന്യങ്ങളുള്ളത്. അത് ഒരുപക്ഷെ കോർപ്പറേഷനിൽ ജീവനക്കാർ തന്നെ ഈ എല്ലാ ദിവസവും ഇറങ്ങി ഇവിടെ, അതായത് ഇവിടെ തന്നെ ഇതിലേക്ക് കോർപ്പറേഷൻ്റെ ജീവനക്കാർ ഇറങ്ങുന്ന ഒരു പാതയുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഈ ഫ്ലോട്ടിംഗ് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ കയറുകൊണ്ട്, അതായത് ഈ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഇതിനെ കയറുകൊണ്ട് കെട്ടി തൊട്ടടുത്തുള്ള പോസ്റ്റിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇതുവഴി സാധാരണ കോർപ്പറേഷൻ ജീവനക്കാർ, അതായത് മാലിന്യം കളക്ട് ചെയ്യാൻ വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇതിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ ചാക്കുകളിലെല്ലാം കെട്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ എല്ലാ ദിവസവും ഇവിടെ നിന്ന് മാറ്റാറാണ് പതിവ്. പക്ഷേ ഇത് കുറച്ച് ദിവസമായി മാറ്റുന്നില്ല. കാരണം ഈ ജോയിയുടെ മൃതദേഹം ഈ ഭാഗത്തു നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ പലരും ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇത്തരത്തിൽ മാലിന്യം
പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ശേഖരിക്കാൻ പോസിറ്റീവ് അർത്ഥത്തോടു കൂടി സ്ഥാപിച്ച ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ ഇപ്പോൾ ഒരു നെഗറ്റീവ് ബലം ഈ പ്രദേശത്ത് നൽകുന്നു. അത് തന്നെ ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് അല്ലെങ്കിൽ മാലിന്യം അടിഞ്ഞുകൂടാൻ കാരണമാകുന്ന ഒരു തടസ്സ വസ്തുവായി നിൽക്കുന്നു. ഇത് കോർപ്പറേഷൻ അധികാരികളോട് ബന്ധപ്പെട്ടിരുന്നു. കോർപ്പറേഷൻ അധികാരികൾ ആണ് പറഞ്ഞത് ഇതൊരു കോർപ്പറേഷൻ സ്ഥാപിച്ചതല്ല, ഇത് CSR ഫണ്ടിൽ സ്ഥാപിച്ചതാണ്. ഇത്തരത്തിൽ കൃത്യമായി മാലിന്യം മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരമൊരു തടസ്സമുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മാലിന്യ കൂമ്പാരത്തിൽ, അതായത് ഈ ഭാഗത്തുള്ള നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഒരു തെളിഞ്ഞ വെള്ളമാണ്, ഈ ഭാഗത്ത് പക്ഷേ വലിയ മാലിന്യ കൂമ്പാരമായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെയായിരുന്നു മൃതദേഹം ഒഴുകിയെത്തുകയും ഈ മാലിന്യ കൂമ്പാരത്തിൽ തടസ്സപ്പെട്ട്, അതായത് 3-ാം ദിവസമാണ് ജോയിയുടെ മൃതദേഹം മൂന്നാം ദിവസം രാവിലെയാണ് കണ്ടെത്തുന്നത്. അവിടെ തടഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്ക് തടസ്സപ്പെടുന്ന എല്ലാ മാലിന്യങ്ങളും മാറ്റി. പക്ഷേ മാലിന്യം കളക്ട് ചെയ്യാൻ വെച്ചിരുന്ന ഈ ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ വെച്ചിരുന്ന ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് തൊട്ടടുത്ത വീട്ടിലുള്ള ഉമേഷ്, ഏതായാലും ഇതേ കാഴ്ചയാണോ എല്ലാ ഭാഗത്തും? അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികരണത്തിലേക്ക് ഒന്ന് പോയ ശേഷം ഉമേഷ് ചോദിച്ചോളൂ. ഈ വീട്, അതായത് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് ഏറ്റവും സമീപത്തുള്ള വീടാണ്. ചേട്ടൻ ഇവിടെയല്ലേ മൃതദേഹം കണ്ടെത്തിയത്? അതെ, അവിടെ ഇതിൻ്റെ അന്നുണ്ടായിരുന്ന ഒരു കാര്യവും അന്നൊരു കാഴ്ച വലിയ മാലിന്യ കൂമ്പാരമായിരുന്നു. ഇന്നത്തെ കാഴ്ച എങ്ങനെ കാണുന്നു? ഒന്നും കുഴപ്പമില്ല. അവർ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്, കോർപ്പറേഷൻകാരെ. ഇവിടെ ഇപ്പോൾ ഇത് മാലിന്യം വരണമെങ്കിൽ അവർ തന്നെ തെങ്ങ് വിട്ട് അവിടെ നിന്ന് അവർ കഴിഞ്ഞ ദിവസങ്ങൾ മുൻപൊക്കെ വലിയ സ്മെല്ലായിരുന്നു. ഇപ്പോൾ സ്മെല്ലിന് മാറ്റമുണ്ട്. ചേച്ചി എന്ത് പറയുന്നു? അങ്ങനെ ഒരു സ്മെല്ലൊക്കെ മാറി. ഈ ഒരു മറ്റേ കോർപ്പറേഷൻ്റെ ആളുകൾ തന്നെ സ്ഥാപിച്ച ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ ഉണ്ടല്ലോ, അത് അല്ല CSR ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തോ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ആണല്ലോ. അപ്പോൾ അത് പക്ഷേ മാലിന്യം തടസ്സപ്പെടുത്തുന്നുണ്ടല്ലേ? ഇപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ അവർ ഇരിക്കണോണ്ടേ ഇത് വരുന്ന അവിടെ തന്നെ തട്ടി നിൽക്കുകയും അത് അങ്ങ് ഒഴുകി പോകുന്നില്ല. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമ്മുടെ പയ്യന്മാരോട് വന്നത് ഈ പ്ലാസ്റ്റിക് പറഞ്ഞ അവരാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടിക്കാലമൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളല്ലേ, ഇവിടത്തേക്ക് ജീവിതം ഈ ഒരു അമേരിക്കൻ തോടിൻ്റെ സമീപത്ത് താമസിക്കുന്ന നിലയിൽ ജീവിതം എങ്ങനെയായിരുന്നു? വലിയ ഈച്ചയും കൊതുകൊക്കെ ഇപ്പം അധികം കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഏതായാലും ഈ ആമയിഴഞ്ചാൻ തോടിന് സമീപത്തുള്ളവർ ഏതായാലും ആശ്വാസത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉമേഷ്, ആ പ്രതികരണം എടുത്തുകൊള്ളുക.